കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട്. 1000 പേജുള്ള കുറ്റപത്രമാണ് പ്രതികൾക്കെതിരെ തയ്യാറാക്കിയിരിക്കുന്നത്. കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജോസ് കുറ്റപത്രം സമർപ്പിക്കും. കേസിൽ പത്മകുമാറും കുടുംബവും മാത്രമാണ് പ്രതികളായിരിക്കുന്നത്. ദിലീപ് ദേവസ്യ ചേരുന്നു. ദിലീപ് ദേവസ്യ, അഭ്യൂഹങ്ങളെല്ലാം അവസാനിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയത് ഈ പത്മകുമാറും ഭാര്യയും മകളും അടങ്ങുന്ന കുടുംബം മാത്രമാണ് എന്നാണ് 1000 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിവേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. കുറ്റമറ്റ ഒരു കുറ്റപത്രമാണോ ഇന്ന് സമർപ്പിക്കുന്നത്? നമുക്ക് ലഭിക്കുന്ന സൂചന എന്താണ്? ഡോക്ടർ അരുൺകുമാർ, പത്മകുമാറിന്റെ കടബാധ്യത തീർക്കുവാൻ വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടു എന്നുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസെടുത്തത്. ഈ കേസിൽ ആകെയുള്ളത് ഒരു ദൃക്സാക്ഷി മാത്രമാണ്. അത് ആ കുട്ടിയുടെ സഹോദരനാണ്. 100-ലധികം സാക്ഷി മൊഴികളുണ്ട്. ഇങ്ങനെയെല്ലാം ചേർത്ത് 1000 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജോസ് സമർപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ൽ ഈ കേസ് പരിഗണിക്കുക. നവംബർ 27-നായിരുന്നു വൈകിട്ട് 4 മണിക്ക് ട്യൂഷന് പോകുന്ന 6 വയസ്സുകാരിയെ ഈ പത്മകുമാറും ഭാര്യയും മകളും തട്ടിക്കൊണ്ടുപോയത്. അനിതകുമാരിയാണ് ഭാര്യ, മകൾ അനുപമ. ഇവർ 3 പേരും ചേർന്ന് തട്ടിക്കൊണ്ടുപോകുകയും പിന്നീട് 21 മണിക്കൂർ മലയാളികളടക്കം മുൾമുനയിൽ നിന്ന ഒരു കേസിൽ ഇപ്പോൾ ഈ 3 പേരെ മാത്രം പ്രതികൾ ചേർത്താണ് ഇപ്പോൾ പോലീസ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ അരുൺകുമാർ.